അടേ നേരം വെളുത്തിട്ട് ഒരു കാലപടയിലും കാണാനില്ല. ആർക്കിട്ടെങ്കിലും രണ്ടെണ്ണം കൊടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പൈസ കിട്ടണം. ചേട്ടോ നമസ്കാരം. ആരാ മനസ്സിലായില്ല? ഞാൻ ദേശീയനെറ്റിലെ തമ്മിൽ തല്ല് പരിപാടി വരിക. ആരാ എന്നെ തല്ലുന്ന? അയ്യോ ചേട്ടനെ തല്ലൂന്നല്ല, പിന്നെ ഞാനൊന്ന് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. നീ ചെയ്യടാ, നീ ചെയ്തു നോക്ക്. നീ അയ്യോ ഞാൻ പറഞ്ഞ അഭിമുഖ സംഭാഷണം. ഓ അങ്ങനെയായിരുന്നാ? ചോദിച്ചു. അതൊക്കെ പോട്ടെ, ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞ? എന്റെ പേരാ സാഗർ ഏലിയാസ് ദാസൻ. സാഗർ ഏലിയാസ് ദാസൻ. ചേട്ടന്റെ പേര് കെ ദാസൻ എന്നല്ലേ ചേട്ടാ? ആ കെ ദാസന്റെ ആയിരുന്നു. കെ ദാസൻ എന്നൊക്കെ വല്ല പഞ്ചായത്ത് മെമ്പർമാർക്കും ഇടാ പേര്. ആ പേര് കേട്ടാ പേടിക്കൂല, അതുകൊണ്ട് ഞാൻ പേര് മാറ്റി. ഓ അപ്പൊ സാഗർ ഏലിയാസ് ദാസൻ. ദാസൻ ചേട്ടൻ ഈ നാട്ടിലൊരു വലിയ ദാതയാണ് എന്നാണ് നാട്ടുകാർ പറയണത്. അത് ശരി. മെയിൻ ആയിട്ട് കൊട്ടേഷൻ ആണ് പരിപാടി. കൊട്ടേഷൻ അല്ല ചേട്ടാ, എന്താ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. എടാ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാ ഞാനും എന്റെ 5-6 പിള്ളേരും കൂടി ആരെങ്കിലും സ്കെച്ച് ഇടും. സ്കെച്ച് ഇടുക? അതറിയാൻ പാടില്ല. ഇല്ല. എടാ സ്കെച്ച് ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ഒരു പാക്കറ്റ് സ്കെച്ച് പെൻ മേടിക്കും. എന്നിട്ട് തല്ലാൻ പോണവന്റെ വീടിന്റെ വാതിലുള്ള വേലി, അവിടെ പൂക്കള്, പിന്നെ ഉദയസൂര്യനൊക്കെ വരച്ചു വെക്കും. എന്നിട്ട് നമ്മൾ തല്ലാനായിട്ട് അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. ചെന്നിട്ട് അവിടെ കിടന്ന് മുട്ടൻ അടിയാണ്, അടിച്ച് താഴ്ത്തിടും. അത് ചേട്ടൻ അവനെ അടിച്ച് താഴ്ത്തിടും? ഞാനല്ല, അവരെല്ലാരും കൂടി എന്നെ അടിച്ച് താഴ്ത്തിടും. അങ്ങനെ. അപ്പൊ എന്റെ പിള്ളേരൊക്കെ കൂടി എന്നെ ഒരു വാരിക്കോട്ടെ ചുമന്നിട്ട് ഇങ്ങനെ ഓഹോയ് 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 എന്ന് ആശുപത്രി കൊണ്ടുപോകും. അതാണ് കൊട്ടേഷൻ. ചില സമയത്ത് കയറിൽ കെട്ടി വലിച്ചോണ്ടാ പോണത്. കയറേഷൻ എന്ന് പറയും. അത് കയറേഷൻ. ചിലപ്പോ കട്ടിലയിൽ കെട്ടി വലിച്ചോണ്ട് പോകും. അപ്പൊ അതിന് കട്ടിലേഷൻ എന്ന് പറയും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അപ്പൊ ചേട്ടൻ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊട്ടേഷൻ ഫാമിലിയാണോ? ഒരിക്കലും ഇല്ല. പാരമ്പര്യമായിട്ട് പറയുന്നത് എന്റെ അച്ഛൻ എന്ന് പറയുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. അച്ഛൻ കണ്ണിലുണ്ണിയാണ്. നാട്ടുകാർക്കൊക്കെ എന്റെ അച്ഛന്റെ പേര് പറയുമ്പോ ഇങ്ങനെ രോമ എഴുന്നേച്ച് വെക്കും. അത്രയ്ക്ക് ബഹുമാനം. അത്രയ്ക്ക് ബഹുമാനം. ഈ അടുത്ത വരുന്ന ഇലക്ഷൻ എന്നെ നിർത്താൻ പോകും അച്ഛന്. അത് ശരി. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛനിപ്പോ കിടപ്പില്ല. എന്ത് പറ്റി? നാട്ടുകാർ തല്ലി കാലൊടിച്ചിട്ടേക്ക്. അത് ശരി. അപ്പൊ ചേട്ടാ അമ്മയോ? അമ്മേ? എടാ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെന്റെ ദൈവമാണ്. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭക്തി ബഹുമാനം എല്ലാം വരും. ഞാനപ്പോ മുണ്ട് ഇങ്ങനെ അഴിച്ചിട്ട് നിൽക്കും എന്റെ അമ്മയുടെ മുമ്പിൽ. അത്രയ്ക്ക് ബഹുമാനമാണോ? അത്രയ്ക്ക് ബഹുമാനം എനിക്ക്. അത് ശരി. അമ്മ ഇപ്പൊ എന്ത് ചെയ്യണ ചേട്ടാ? അമ്മ കിടപ്പിലാണ്. എന്ത് പറ്റി? എടാ അത് കഴിഞ്ഞ വർഷേ ഒരു ദിവസം ചോറ് തന്നപ്പോ അതിൽ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കൂടി പോയെന്ന് പറഞ്ഞ് അമ്മയുടെ നടുവിട്ട് കാലമടക്കാൻ ഒറ്റ അടി അടിച്ചതാ. അന്ന് വീണതാ, പിന്നെ ഇതുവരെ എണീറ്റിട്ടില്ല. അത് ശരി. അപ്പൊ നല്ല ബഹുമാനം. അത്രയ്ക്ക് ബഹുമാനമാണ്. ഇത് ഓൺ വന്നിട്ടാ. ഹലോ എടാ പട്ടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ വിളിക്കരുതെന്ന്. എടാ എന്തെങ്കിലും ആവശ്യമുണ്ട്, ഞാൻ കുടുംബത്തിലല്ലേടാ വന്നത്. ബ്ലഡി റാസ്കൽ കിടക്കടാ അവിടെ. പട്ടിയുടെ ഫോൺ. ആരേട്ടാ? അച്ഛനാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെണ്ണ് വിഷയത്തിൽ നമ്മൾ ഇടപെടില്ല. പെണ്ണ് വിഷയത്തിൽ ഇടപെടില്ല. അങ്ങനെ ചീത്തപ്പേരില്ല. ഇല്ല. നമ്മൾ ദാതമാരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ല. സ്ത്രീ വിഷയം നമുക്ക് ഇഷ്ടമല്ല. അല്ല. അത് ശരി. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താണ്? എത്രാമത്തെ? അല്ല ഒന്നാമത്തെ ആണെങ്കിൽ വിനോദിനി, മറ്റത് സരസു, പിന്നെ കുമ്പളങ്കാരത്തി വരുത്തിണ്ട്, അവള് ചത്തുപോയി തോന്നണം. ഇപ്പൊ ഉള്ളത് സരസു. പണിയായിട്ടേ കാണിക്കുന്നത്. സ്വന്തം ഭാര്യനെ എടുത്ത് മർദ്ദിക്കാവോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ ചേട്ടാ? എടാ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റൈൽ ഇതാ. രീതി ഇതാ. വെള്ളം അടിച്ചു കഴിയുമ്പോ ചേട്ടന്റെ രീതി ഇതാണ്. അതാണ്. അതൊക്കെ പോട്ടെ, ചേട്ടന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ ഞാൻ മാറ്റി നിർത്തിയേക്കാണ്. കാരണം എന്റെ ഈ ചോരപ്പാടുകളിലൂടെ മക്കൾ നടക്കാൻ പാടില്ല. അതുകൊണ്ട് മക്കളെ ഞാൻ ദൂരെ മാറ്റി പഠിപ്പിക്കും, എന്റെ മുഖം പോലും കാണാതെ. അതൊരു നല്ല സ്വഭാവമാണ്. മാറ്റി പഠിപ്പിക്കും. ഇപ്പൊ മക്കൾ ഇവിടെ ബോർഡിംഗിലാണോ? ബോർഡിംഗിലൊന്നും അല്ല. പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥാപനം. സ്ഥാപനം? ദുർഗുണ പരിഹാര പാഠശാല. അവിടെയുണ്ട്. മൂത്തവന് 5ാമത്തെ വയസ്സിൽ കിട്ടിയ അഡ്മിഷൻ. അവൻ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുമുള്ള ചട്ടകത്തിനടിച്ചു. അങ്ങനെ ഇളവനെ പെറ്റിട്ട് തന്നെ അതിന്റെ ഉള്ളിലാ. ശരി. അതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടോ? മാനസാന്തരം? പിന്നെ ഈ ചോരക്കളത്തിലൂടെ നടപ്പ്, വെട്ടും കുത്തും കൊലപാതകവും കൊട്ടേഷനായിട്ട് എനിക്ക് മാനസാന്തരം ഉണ്ടായെന്ന. ഒരു 3 വർഷം മുമ്പ് എനിക്ക് മാനസാന്തരം ഉണ്ടായി. മാനസാന്തരം വന്നു. അങ്ങനെ മാനസാന്തരം വന്നിട്ട് ഞാൻ നേരെ ഗഡീസിന്റെ അടുത്ത് ചെന്നു. ഗഡീസാ? അല്ല പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നു. പള്ളിയിൽ അച്ഛൻ അവിടെ ചെന്നിട്ട് ഗഡീസിനോട് പറഞ്ഞു, ഐസേ നമുക്ക് ഇങ്ങനെ പോലെ സീനുണ്ട്, അപ്പൊ എന്തെങ്കിലും പൂതിയാക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ബ്രിട്ടക്സ് ആക്കി തന്നെ എന്ന് പറഞ്ഞു. കുമ്പസാരിക്കാൻ വേണ്ടി പോയി. അതന്നെ. കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബ്രിട്ടക്സ് ചെയ്ത് പ്രശ്നം അവസാനം പറഞ്ഞു തീർന്നപ്പോഴല്ല ഐസ ചാടി അങ്ങ് എണീറ്റ്. എന്നിട്ട് ചാടി എന്നിട്ട് ലോഹം മടക്കുത്തിട്ട് പറയാം വെച്ച് പൊളിയല്ലേ അന്ന്. പിന്നെ എനിക്ക് മാനസാന്തരം വന്നിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇതുവരെ അങ്ങനെ വേറെ മാനസാന്തരങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ കഴിഞ്ഞിടെ ചേട്ടൻ ആ ചാക്കോ ചേട്ടന്റെ കൈയും കാലും തല്ലി ഒടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല? നമ്മുടെ ഇപ്പഴത്തെ ചാക്കോ ചേട്ടന്റെ കൈ വെട്ടിക്കളയത്. എന്താണ്? അവൻ എന്റെ പെണ്ണുമ്പിള്ളേനോട് അസഭ്യം പറഞ്ഞു. പെണ്ണുമ്പിള്ളയുടെ അസഭ്യം പറഞ്ഞു? എന്റെ ഭാര്യയുടെ അടുത്ത് അസഭ്യം പറഞ്ഞു കൈ വെട്ടിക്കളഞ്ഞു. അത് വേണം. പെണ്ണുങ്ങളുടെ അടുത്ത് അസഭ്യം പറയുക, അശ്ലീലം പറയുകയൊക്കെ ചെയ്ത് അത്ര മാത്രമേ ചെയ്തോളൂ. ഓക്കെ. എന്താ പറഞ്ഞെന്താണ്? അവൻ എന്റെ പെണ്ണുമ്പിള്ളേനെ കണ്ടോ പറയണ, എടാ എടി നിന്റെ ഭർത്താവിന് പണിയൊന്നും ഇല്ല, അവന് ഞാൻ എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാം. അസഭ്യമല്ലേ പറഞ്ഞത്? അതിനാണ് ഞാൻ കൈവിട്ടില്ല. നമ്മളെ കൊണ്ട് പണിയെടുത്ത് തിന്നാൻ പറ്റുമോ? അങ്ങനെ. അപ്പൊ ചേട്ടാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ചേട്ടന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? അനുഭവങ്ങൾ മറക്കാൻ പറ്റാത്ത. അതായത് ഞാൻ സൗത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു ഗഡീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, ഐസ് സമയം എന്തായിരുന്നു? ചേട്ടന്റെ അടുത്ത്? എന്റെ അടുത്ത്. അവൻ ആളറിയില്ല. ദാതയാണെന്നുള്ള അറിയാൻ മേലല്ല. ചേട്ടന്റെ അടുത്ത് വന്നിട്ട് സമയം എന്തായിരുന്നു? സമയം എന്തായിരുന്നു ചോദിച്ചു. അവൻ മേടിക്കും. നമ്മൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും നിന്നില്ല, അങ്ങോട്ട് മാറി. നമ്മുടെ മര്യാദ. അവൻ ആളറിയില്ല. പിള്ളേര് പോട്ടെ.
അപ്പൊ അവൻ വീണ്ടും വന്നേക്കണ്. സമയം എന്തായിരുന്നു? പിന്നെയും വന്ന് അവര് കൊടുക്കണ്ടേ? അവന്റെ നാശത്തിനല്ലേ? അവന്റെ നാശത്തിനാണ്. അവിടെ ഞാൻ സംയമനം പാലിച്ചു. ഞാൻ അങ്ങനെ മാറി നിന്ന് പിന്നെ നമ്മുടെ മര്യാദ കാണിച്ചു. മൂന്നാമത് അവന്റെ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, ചേട്ടാ സമയം എന്തായിരുന്നു? അതാണ് അവന്റെ അഹങ്കാരം. അപ്പൊ നമ്മുടെ രക്തം അങ്ങ് തിളച്ചിട്ടുണ്ടല്ലോ, കുനിച്ച് നിർത്തിയിട്ട് നല്ല കൂമ്പിനൊക്കെ ഇടിയാൻ കൊടുത്തിട്ടുണ്ടല്ലോ. മൂക്കിൽ നിന്നും മയനും ചോര വന്ന് അവിടെ ഇട്ട് അവിടെ വീണ് ഞാൻ നേരെ വീട്ടിൽ പോയി. വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് അവനൊരു 10-15 പേരായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ്. പകരം വീട്ടാൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പണി നടക്കുന്നു. ശരി. അരമതിൽ ചാടി അങ്ങ് കടന്ന് അടിയങ്ങ് തുടങ്ങി. പൊരിഞ്ഞടി. എന്നിട്ട് അടിച്ചങ്ങ് മുറുക്കി നിൽക്കണം അടി അങ്ങോട്ട്. ശരി. ചേട്ടൻ അവരെ ശരിക്കും അങ്ങ് ഇടിച്ച്? അല്ല, ഞാനല്ല, അവരെല്ലാരും കൂടി എന്നെ അടിച്ച്. അവരെല്ലാരും കൂടി ചേട്ടനെ ഇടിച്ച്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ 10-15 പേര് നിന്ന് അടിച്ചിട്ടുണ്ടല്ലോ, നിന്നിടത്ത് ഞാൻ അനങ്ങിയില്ല. ധൈര്യം കൊണ്ടല്ല, പിന്നെ മതിലെ ചാരി എടുത്ത് ഇടിച്ച് അനങ്ങാൻ പറ്റുമോ? അങ്ങനെയാണ്. വീട്ടിൽ കൊണ്ട് ചോര കുളിച്ച് അങ്ങനെ കിടക്കാണ്. അപ്പൊ രക്തം തിളച്ചേക്കാണ് നമുക്ക് ദേഷ്യം. അപ്പൊ അതിലൊരുത്തൻ ഒറ്റക്ക് എന്റെ അടുത്തോട്ട് ഇങ്ങ് നടന്നു വന്നു. ഒറ്റക്ക് ഇങ്ങ് വന്നു. അവനെന്ന് മേടിക്കും. അവൻ എന്റെ മുഖത്തൊക്കെ ചോദിക്കാണ്, നാണാവൂലേട്ടാ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ പിടിച്ചതല്ലായിരുന്നു. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ എടുത്തു വെച്ച് തല്ലിയതല്ലേ? പിന്നെ 10ൽ പഠിക്കുന്ന പിള്ളേരെ തല്ലി അവരെന്നെ തല്ലൂലേ? സർസു പണിയായിട്ടാ കാണിച്ചത്. സ്വന്തം ഭാര്യനെ ആരെങ്കിലും എത്ര വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുത്ത് മർദ്ദിക്കോ? എടാ, വെള്ളം കുടിച്ച എന്റെ ഒരു സ്റ്റൈൽ ഇതാണ്, എന്റെ രീതി ഇതാ. വെള്ളം അടിച്ചു കഴിയുമ്പോൾ സ്റ്റൈൽ ഇതാണ്. അത് തന്നെ. അതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ അയലത്തെ വീട്ടിൽ കല്യാണം കടന്നാൽ നമ്മൾ പോയി സഹായിക്കും. ഉണ്ടാന്നാ? എടാ, അയലോകത്ത് കല്യാണം വന്നാൽ ഞാൻ ചീറിപ്പാഞ്ഞ് നടന്ന് സഹായിക്കില്ലേ? അത് ശരി. തലേ ദിവസം രാത്രി ഞാൻ അവിടെ ചെല്ലും, എന്നിട്ട് സ്ക്വാഷ് കലക്കും. പിറ്റേ ദിവസം കല്യാണം കലക്കും. അതാണ് നമ്മുടെ രീതി. അത് ശരി. അപ്പൊ തല്ലൊരുപാട് കൊണ്ടിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. കെ ദാസ് ഇതുവരെ തല്ലുകൊണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഇന്നലെ എളമക്കരയിൽ വെച്ചിട്ട് ആരാണ്ട് പിടിച്ച് ഇടിച്ച് കൂമ്പുപാട്ടി? അങ്ങനെ ഒന്ന് അല്ലാതെ ഞാൻ തല്ലുകൊണ്ടിട്ടില്ല. കച്ചേരിപ്പടിയിൽ വെച്ചിട്ട് അങ്ങനെ രണ്ട് അല്ലാതെ ഇതുവരെ ഞാൻ തല്ലുകൊണ്ടിട്ടില്ല. പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ കിടന്നൊരു ചെറിയ വെട്ടും കുത്തും, അത് മൂന്ന്. പിന്നെ ഇതുവരെ നമ്മൾ തല്ലുകൊണ്ടിട്ടില്ല. ഇല്ല. പിന്നെ എടപ്പള്ളി ടോളിന്റെ അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇടികൊണ്ടതാ. അയ്യോ, അത് തന്നെ പട്ടി കടിച്ചതാണ്. പട്ടിക്ക് പോലും വേണ്ട, പട്ടി കടിച്ചതാണ്. അത് ശരി. പിന്നെ ഇപ്പുറത്തെ മാർക്കറ്റിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞിട്ട് അത് ഓട്ടോറിക്ഷ ഇടിച്ചല്ലേ? അത് തർക്കിക്കണ്ട. 550 രൂപ ഉണ്ട്. 550 ഉറപ്പിച്ച് ഞാൻ കൊണ്ട് ഇടിയല്ലേ? കുഴപ്പമില്ല. ഓക്കെ. നീ ചോദിക്കും. പിന്നെ ചേട്ടാ, ഇപ്പൊ നമ്മള് ചേട്ടൻ ഇതിനു മുമ്പ് ചേട്ടാ സ്വന്തം ഭാര്യനെ എടുത്ത് ഇങ്ങനെ മർദ്ദിക്കണ ശരിയല്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞേക്കാം. എന്റെ സ്റ്റൈൽ ഇതായി പോയില്ലേ? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ സ്റ്റൈൽ ഇതാണ്. ഓക്കെ ആയിക്കോട്ടെ. അതൊക്കെ പോട്ടെ. ചേട്ടൻ ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്? ഒതുക്കിയിട്ടുണ്ടെന്നാ? ചമ്പക്കര ബ്രൂണോനെ ഞാനല്ലേ ഒതുക്കിയത്. അത് ശരി. എടാ, അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ മുറ്റ് ഭയങ്കര സീനാണ്. അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവസാനം മലത്തി കളഞ്ഞ് ഈച്ചാർത്ത് കിടന്ന്. അത് ശരി. ചമ്പക്കര ബ്രൂണോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ കൊലയാളിയാണ്? കൊലയാളിയല്ല, പട്ടിയാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിൽ കയറാൻ പറ്റില്ല, ഭയങ്കര ശല്യോടും. കൊന്നിയാൻ വിഷം കൊടുത്തു. അത് ശരി. കണ്ട പട്ടീനെയും പൂച്ചനെയൊക്കെ കൊന്നിട്ടാണ് നിൽക്കണത്. ശരിയാ. അതൊക്കെ പോട്ടെ ചേട്ടാ. പിന്നെ ചേട്ടൻ ഈ ദിനചര്യകളൊക്കെ എങ്ങനെയാണ്? ദിനചര്യം അത് ഭയങ്കര കൃത്യനിഷ്ഠത. അതെന്താണ്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പിച്ച് നോക്കും. അതെന്തിനാ? ജീവൻ ഉണ്ടാന്ന് അറിയണ്ടേ നമുക്ക്? പണി ഇതാണല്ലോ. പിച്ച് നോക്കും. അതിനുശേഷം എഴുന്നേച്ചിട്ട് 2 കുച്ചി പുട്ടും 4 ഏത്തപ്പഴം ഒരു 12 മുട്ടയും കഴിക്കും. അത് ശരി. അപ്പൊ പല്ലൊന്നും തേക്കില്ലേ? എന്റെ മോണക്ക് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് പല്ലിയേക്കാൻ പാടില്ല. അതിനുശേഷം നല്ല സെറ്റപ്പിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊട്ടേഷന് പോയി നമ്മള്. അയ്യോ, അപ്പൊ കുളിയൊന്നും ഇല്ലേ? എടാ, എനിക്ക് വെള്ളം പേടിയാടാ. അത് ശരി. ചുമ്മാതല്ലേ ഇവിടെ ഒരു വാസന. അത് തന്നെ. സർസു എന്റെ പൊന്നി ചേട്ടാ, ഇങ്ങനെ ഭാര്യമാരെ മർദ്ദിക്കണത് ശരിയല്ലട്ടാ. എടാ, എന്റെ സ്റ്റൈൽ ഇതല്ലേ? എന്റെ രീതി ഇതായി പോയി. ആയിക്കോട്ടെ. എന്റെ പൊന്നിയേട്ട എന്ത് തോന്നിയ കാണിക്കണത്? എന്താണ് ഇങ്ങനെ മദ്യപിച്ചൊക്കെ നടക്കാൻ പാടണ്ട? എന്താ കാര്യം? എന്താണ് ചേട്ടൻ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ടിവിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ അതിന് വേണ്ടിട്ട് ഇങ്ങനെ മദ്യപിച്ചിരിക്കണം. മഹം ബോറാണ്ടതൊക്കെ. എന്ത് ബോറാണെന്നാണ് പറഞ്ഞത്? എന്ത് ബോർ? ഇങ്ങനെ മദ്യപിച്ച് ചേട്ടൻ ഇങ്ങനെ അടിച്ച് സൂചിച്ചൊക്കെ നടക്കാനല്ലേ? നീ കുടിക്കുവോ? എടാ, സുഖിച്ചാന്ന് മാത്രം പറയരുത് കുടിക്കണത്. എന്തെന്ന്? കുടിക്കണം സുഖിച്ചാന്ന് മാത്രം പറയരുത്. അടിച്ച് സൂചിച്ച് നടക്കാനല്ലേ ചേട്ടൻ ഇങ്ങനെ ജീവിതം അടിച്ച് സുഖിച്ച്? നീ ഇച്ചിരി അടിച്ചേ? ഞാൻ കഴിക്കാറില്ല. നീ ഇച്ചിരി അടിച്ചടാ. നമ്മൾ കഴിക്കൂല. ഒരു കവള അടിക്കുന്ന നമ്മളങ്ങനെ ഒരു കവള അടിക്കടാ. നമ്മുടെ ഡ്യൂട്ടി ഇടയ്ക്ക് അങ്ങനെ ചെയ്യാൻ അടിക്കടാ. ഒരു കവള നമ്മള് അങ്ങനെ അടി. ഒരു കവള അടി കാണട്ടെ. തൊണ്ട കാറിപ്പോലെ. ആ തൊണ്ട കാറിപ്പോളൂ. അപ്പൊ നീ എന്നാ പറഞ്ഞാ സുഖിച്ചാ കുടിക്കണെന്ന്? ഇതിന്റെ ഒരു കവള് കുടിച്ചപ്പോ നിന്റെ തൊണ്ട കാറിപ്പോയി. ഇത് ഡെയിലി 3 കുപ്പി കുടിക്കണ എന്റെ എവിടെയൊക്കെ കാറിപ്പോണെന്ന് എനിക്കറിയാമോ? അതുകൊണ്ട് സുഖിച്ചെന്ന് മാത്രം പറയരുത് കുടിക്കണത്. മനസ്സിലായ? അത് ശരി. ചെറുതും കൂടെ അടിക്കണം. എനിക്ക് വേണ്ടേട്ടാ. ചെറുതും കൂടെ അടിയടാ. നാട്ടുകാർക്ക് ടി വി ഒക്കെ നീ അടിയടാ. ക്യാമറ ഒക്കെ അവിടെ ഇരിക്കട്ടെ. നീ അടി. ഇപ്പൊ ഇങ്ങനെ നീ ആവശ്യത്തിന് അടി. അങ്ങനെയല്ല. എടാ, അടിയടാ. ആവശ്യത്തിന് അടി. അടിയോളൂ. മുടുക്കരി. ഇപ്പൊ എങ്ങനെയാ സർസു?
എന്താണ് ഇത്? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ശീലം ഇതാടാ.